ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ടെക്സ്റ്റ് ഡ്രൈവിന് പോയിരുന്നു. അപ്പോൾ വണ്ടി നമ്മുടെ ഗ്രാൻഡ് വിറ്റാരായിരുന്നു. കിഡിലം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കിഡിലം ഫീലാണ്. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം കേട്ടോ. ആകെ റിജിഡ് സസ്പെൻഷൻ വരുന്നത് ഇങ്ങനെ സീറ്റ പ്ലസും ആൽഫ പ്ലസും തമ്മിൽ മെയിനായിട്ട് മാറ്റം വരാം. ഒന്നിപ്പോൾ സീറ്റ് വെന്റിലേഷൻ വരും, 360 ക്യാമറ വരും, പിന്നെ TPMS വരും. TPMS ടയറിൻ്റെ പ്രഷേഴ്സ് കറക്റ്റായിട്ട് കാണിക്കും. മറ്റുള്ള TPMS ഉണ്ടാവില്ല സീറ്റ പ്ലസിൽ, ഇതിനൊക്കെ ഉണ്ടാവും. ഇത് തന്നെ മെയിനായിട്ടുള്ള മാറ്റമുള്ളൂ. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ലെതറായിട്ട് ടച്ച് അത് പിന്നെ പോയിക്കോളൂ. നേരെ അവിടെ നിന്ന് റൈറ്റ് സന്തോഷം. ഞാൻ ഡ്രൈവ് ചെയ്യാം. ടഫുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇതുണ്ടാവും, മാറ്റം ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്യണം. നോർമൽ മോഡ്, ഇതാണ് പവർ മോഡ്. മാറ്റം ആക്സലേഷൻ തന്നെ മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ കമ്പൈൻഡ് പവർ ആയിരിക്കും വരിക. ബാറ്ററിയുടെയും എഞ്ചിന്റെയും കൂടെ കമ്പൈൻഡ് പവറായിട്ട് ഔട്ട്പുട്ട് കൂടും. മൈലേജ് മറ്റേ മൈലേജ് ഉണ്ടാവില്ല. 28 കിട്ടും നമുക്ക്. കിലോമീറ്റർ മൈലേജ് ഉള്ളതെന്ന് വെച്ചാൽ ഉള്ളതാ. ഇവിടെ ഞങ്ങളിപ്പോൾ അടുത്ത് തന്നെ കഴിഞ്ഞ മാസം ഇതിൻ്റെ ECVTൻ്റെ കസ്റ്റമേഴ്സിനെ വിളിച്ചിരുന്നു, ബാംഗ്ലൂരുടെ കസ്റ്റമേഴ്സിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഒരു മീറ്റപ്പ് പരിപാടി പോലെ നെക്സയിൽ വെച്ചിട്ട് എത്രത്തോളം കസ്റ്റമേഴ്സ്, അത്രയും ഹാപ്പി കസ്റ്റമേഴ്സ് ഈ വണ്ടി എടുത്തിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഇപ്പം നമ്മളെ വില്ലേജ് ഓഫീസ് ഉണ്ട് ഇവിടുത്തെ നിലമ്പൂർ, മൂപ്പിനടുത്തുള്ളത് ആൽഫയുള്ള. ഇത് ഭയങ്കര ഹാപ്പിയാണ്. പോയി വന്നു കഴിഞ്ഞാൽ അവിടെ വരെ പോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഭയങ്കര ഇപ്പം നോക്കിയാലും നല്ല എക്സ്പീരിയൻസ് അല്ലാണ്ട് ഇതുവരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സാധനം ഇന്നൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പോലും മുപ്പര് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആൾക്കാർ എല്ലാ കസ്റ്റമർമാരും കാരണം മൈലേജ് കിട്ടുന്നുണ്ട്, അവർക്ക് ബെനിഫിറ്റ് ഞങ്ങൾക്ക് തന്നെ അറിയാം. കാരണം ഞങ്ങളിപ്പോൾ സാധാരണ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി ഞങ്ങൾ മലപ്പുറം എടുത്ത് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം അടിച്ചെടുത്തുകൊണ്ട് കഴിച്ചുകൂടി 2 ദിവസം ഞങ്ങൾ ഓടിച്ചിട്ട് പോകുമ്പോഴേക്ക് നമ്മൾ ബ്ലിങ്ക് ചെയ്തിട്ട് കഴിയാനായിട്ടാവും ചിലപ്പോൾ തിരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളിവിടെ ലോക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടം ഇതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അവർ ഏതെങ്കിലും 2 ഡ്രൈവ് കൊടുക്കുക. പറ്റുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താവശ്യത്തിന് നമ്മൾ അതുകൊണ്ട് നടക്കും. തിരിച്ചുകൊണ്ടുമ്പോഴേക്കും ഇത് എങ്ങനെയായാലും ഒരാഴ്ച ഇവിടെ ഉണ്ടെങ്കിലും വെള്ളമില്ല. കാരണം ഇത് ചാർജ് ആവണം, ബാറ്ററിയിൽ പോകണം. ഞങ്ങളെല്ലാം അങ്ങോട്ട് കൊണ്ടും പറയും എന്തായാലും എന്തൊരു വണ്ടി കഴിക്കും നോക്കുള്ളൂ, പവർ എന്താന്ന് നോക്കിക്കൂടെ. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് ഈ റോട്ടില്. സസ്പെൻഷൻ ബാക്കിൽ രക്ഷയില്ല കേട്ടോ. ബാക്കില് അപ്പം മൈലേജ് ഓട്ടോമാറ്റിക്കലി ഈ കിടക്കുന്ന ഗ്രാഫുകൾ കൂടി വരും, ഇവിടെ വരും. അപ്പോഴാണ് ഈ പറഞ്ഞ 30 കിലോമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ വരും. ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഓടിക്കാൻ ഭയങ്കര ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉള്ള 2 വണ്ടികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇഗ്നിസാണ്, ഒന്ന് ഇതാണ്. ഇഗ്നിസ് എന്താ വെച്ചാൽ ഒരു 1.2 നല്ല ഭയങ്കര ഷേപ്പാണ്.
ചവിട്ടിക്കഴിഞ്ഞാൽ കയറിയാണ് പൊക്കോളും. അങ്ങനെ കയറി പോകാതെ വണ്ടി. അതേപോലെ തന്നെ ഈ സാധനം എങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്യാം, നമുക്ക് ധൈര്യം ഓട്ടോയ്ക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ധൈര്യമാണ്. ഇത് ഓട്ടോമാറ്റിക് അല്ല, CVT അല്ലേ, മറ്റേ AT അല്ലേ. ആ ഗിയർ ഷിഫ്റ്റിന്റെ സാധനങ്ങളൊന്നും നമുക്ക് കിട്ടൂല. ഗിയർ ഷിഫ്റ്റ് അല്ലല്ലോ, ഇൻഫിനിറ്റി ആകുമ്പോൾ ഗിയർ അല്ലേ. സാധനം കിട്ടിയിരിക്കണ സാറേ? കൊണ്ടോണ്ട. ഇന്നത്തേക്ക് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ജ്യേഷ്ഠ ഒരു അടുത്ത മാസം എന്നാ വരുന്നത്?